ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് കുറച്ച് ഓലമീൻ കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. മുളക് പൊടിയും ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും ഒക്കെ കൂടിയിട്ട് നല്ലപോലെ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ ഓലമീനിലേക്ക് നല്ലപോലെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം നമുക്കൊരു ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ മീനുകളൊക്കെ ഓരോന്നായിട്ട് പെറുക്കിയിടണം. കാരണം നല്ല ഇറച്ചി ഉള്ള, അതായത് കൊട്ടൊന്നുമില്ലാത്ത മീനാട്ടോ, മുള്ളൊന്നുമില്ലാത്ത മീനാണ്. അപ്പോൾ നല്ലപോലെ കഴിക്കാൻ പറ്റും. നല്ലപോലെ ഫ്രൈ ആയി കഴിഞ്ഞാൽ ചിക്കൻ്റെ ഒരു ടെക്സ്ചർ തന്നെയാണ് കിട്ടുക. അപ്പം ഞാനിത് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് കേട്ടോ. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വേറെ തന്നെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ നിരത്തി വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ നല്ലപോലെ വേവിച്ചെടുക്കുക. ഈ ഓലമീൻ്റെ ഒരു പ്രത്യേകിച്ച് കറി വെച്ച് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റൊന്നുമില്ല. ഇത് ഫ്രൈ ചെയ്യാൻ മാത്രമേ കൊള്ളുള്ളൂ. ഒരു പ്രാവശ്യം വാങ്ങിയിട്ട് കറി വെച്ചിട്ട് ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ മീനിലെ കഷ്ണം മാത്രം പെറുക്കി തിന്നിട്ട് അത് കളയുക ചെയ്തത്. അതുകൊണ്ട് ഇങ്ങനെ ഈ മീൻ കിട്ടുമ്പോൾ ഫ്രൈ ചെയ്ത് നോക്കുക. നല്ലപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മിക്സ് ആക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകം നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ഓലമീൻ ഇവിടെ നല്ലപോലെ ഫ്രൈ ആയി കുറച്ച് തിന്ന ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് വീഡിയോ എടുക്കണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇതുപോലെ മീൻ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.